നമ്മളിപ്പോൾ തന്നെ റോബോട്ടിക് സർജറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നീ റീപ്ലേസ്മെൻറ്റിൽ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ എല്ലാം തന്നെ പ്രിസൈസ് ഡിസിഷൻസ് പ്രിസിഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആ കൃത്യമായി മെഷർമെൻറ്റിൽ കട്ട് ചെയ്യുക, വളരെ ചുരുങ്ങിയ ഒരു ഗ്യാപ്പിൽ കൂടെ അകത്തെ വിസിബിലിറ്റി കൂട്ടുക, ആക്സസിബിലിറ്റി കൂട്ടുക, അതിനുശേഷം ഡോക്ടർ തന്നെയാണ് ഡിസിഷൻ എടുക്കുക. അപ്പോൾ വളരെ കോൺഷ്യസ് ആയിരിക്കണം ഡോക്ടർ, വളരെ കൂളായിരിക്കണം ഡോക്ടർ. അപ്പോഴാണ് ആ കിട്ടിയ 3D ക്ലിയർ വിഷ്വൽസിൽ നിന്ന് വളരെ മിനിമൽ മൂവ്മെൻറ്റിൽ കൂടെ ഒരു 0.5 mm കട്ട് വേണമെന്നത് പോയിന്റിന് വരും 5 mm അവിടെ എൻട്രി ചെയ്താൽ മിസ്റ്റേക്ക് വിൽ ഹാപ്പൻ. ഇപ്പോൾ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്, നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും, റോബോട്ടിക് സർജറിയുടെ മിസ്റ്റേക്ക് അല്ല, നമ്മളോട് ചിന്തിക്കാൻ കഴിവില്ലാത്ത റോബോട്ടുകളെയാണ് ഉപയോഗിക്കുന്നത്. ചിന്തിക്കുന്നത് അപ്പോഴും ഡോക്ടർ തന്നെയാണ്. ഇവിടെയാണ് AGI നമ്മളെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക. AGI വരുമ്പോൾ ഡോക്ടർ 0.5 കൊടുത്താൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, ഇവിടെ അത് പറ്റില്ല എന്ന് ഡിസൈഡ് ചെയ്യാൻ കഴിയുന്ന ആ സിറ്റുവേഷനെ റീഡ് ചെയ്ത് ബിഹേവ് ചെയ്യാൻ കഴിയുന്ന ഒരു അസിസ്റ്റൻറ്റ്, റിയൽ അസിസ്റ്റൻറ്റ് ആകാൻ കഴിയും. കാരണം അല്പം കോമൺ സെൻസ്, ഇൻ്റലിജൻസ് റിയലി അവിടെ നമുക്ക് കൊണ്ടുവന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തത് ചെയ്യാനുള്ള കഴിവിനപ്പുറം നമ്മൾ പറയാത്തതും കൂടെ നമുക്ക് വേണ്ടി ചിന്തിച്ച് പറഞ്ഞു തരാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് പോകാൻ കഴിയും.